പ്രിയപ്പെട്ട കുട്ടികളെ, മലയാളം മധുരതരത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9ാം തരം കേരള പാഠാവലിയിലെ വിടില്ല ഞാൻ ഈ രശ്മികളെ എന്ന 5ാം യൂണിറ്റിലെ തത്തക്കൂട്ട് എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. തത്തക്കൂട്ട് ഹൃദയസ്പർശിയായ ഒരു കഥയാണ്. മലയാളത്തിലെ പ്രശസ്ത കഥാകാരിയും എഴുത്തുകാരിയും അധ്യാപികയുമായ ഗ്രേസിയുടെ പ്രണയം 5 അടി 7 ഇഞ്ച് എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയാണിത്. 1951 മൂവാറ്റുപുഴയിലെ മാറാടിയിലാണ് എഴുത്തുകാരിയുടെ ജനനം. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഗ്രേസിയുടെ കഥകളെ ഒതുക്കാൻ കഴിയില്ല. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അവരുടെ കഥകൾക്ക് വിഷയമായിട്ടുണ്ട്. ഭ്രാന്തൻ പൂക്കൾ, ഇപ്പോൾ പനിക്കാലം, പാഞ്ചാലി, നരകവാതിൽ, പനിക്കണ്ണ് തുടങ്ങി ധാരാളം കഥാസമാഹാരങ്ങൾ രചിച്ചിട്ടുണ്ട്. വാഴ്ത്തപ്പെട്ട പൂച്ച എന്നൊരു ബാലസാഹിത്യ കൃതിയും രചിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ജീവിതത്തിൻ്റെ ശിരോരേഖകൾ എന്നത് ഇവരുടെ ആത്മകഥയാണ്. ലളിതാംബിക അന്തർജനം അവാർഡ്, തോപ്പിൽ രവി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം, മലയാളത്തിലെ ഏറ്റവും മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം എന്നിങ്ങനെ ധാരാളം പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. കൂടാതെ ഗ്രേസിയുടെ കഥകൾ ഒട്ടേറെ ഇന്ത്യൻ ഭാഷകളിലേക്കും ഇംഗ്ലീഷിലേക്കും മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികളെ, എഴുത്തുകാരിയെ പരിചയപ്പെട്ടുവല്ലോ. ഇനി കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രവേശകം ഒന്ന് നോക്കൂ. ഞങ്ങളും നിങ്ങളുമായി മാറി നിൽക്കാതെ നമ്മൾ ഒന്നാവുമ്പോഴാണ് യാതനകളെയും വേദനകളെയും മറികടക്കാൻ കഴിയുന്നത്. എന്താണ് ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഞങ്ങളെന്നും നിങ്ങളെന്നും ഉള്ള വേർതിരിവ് പുലർത്തുമ്പോഴാണ് പലരും ഒറ്റപ്പെട്ടു പോകുന്നത്. എന്നാൽ അങ്ങനെ മാറി നിൽക്കാതെ നമ്മൾ എല്ലാവരും ഒന്നാണെന്ന മനോഭാവത്തോടെ പ്രവർത്തിക്കുമ്പോൾ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും വേദനകളെയും മറികടക്കാൻ എളുപ്പമാകും. എല്ലാവർക്കും വേണ്ടത് കരുതലും പരിഗണനയും തന്നെയാണ്. കുട്ടികളെ, നമ്മൾക്കിനി കഥയിലേക്ക് കടക്കാം. തത്തക്കൂട്ട്. എനിക്കാദ്യം പോണം എന്ന് പറഞ്ഞ് ഭാഗ്യലക്ഷ്മി ആദ്യം അങ്ങ് പോയി. കുട്ടിക്കൃഷ്ണൻ ഒറ്റയ്ക്കായി. തത്തക്കൂടിൻ്റെ വാതിൽ തുറന്ന് അയാൾ പറഞ്ഞു, ഇനി നീയായിട്ടെന്തിനാ, നീയും പൊയ്ക്കോ. പക്ഷേ തുറന്നു കിടക്കുന്ന വാതിലിലേക്ക് ഒന്ന് നോക്കി. അത് കൂട്ടിൽ തന്നെ മുനിഞ്ഞിരുന്നതേയുള്ളൂ. ഇതിനു മുമ്പും അയാൾ തത്തയെ തുറന്നു വിട്ടിട്ടുണ്ട്, ഒന്നല്ല 2 വട്ടം. 5 or 6 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു. നട്ടുച്ചയ്ക്ക് ഉമ്മറത്തെ ചാരുകസേരയിലിരുന്ന് അയാൾ മയങ്ങുകയായിരുന്നു. മുറ്റത്തിൻ്റെ ഇറമ്പിൽ അവനവനിലേക്ക് തന്നെ നോക്കി നെടുവീർപ്പിട്ട് നിൽക്കുന്ന കൊന്നത്തെങ്ങിൻ്റെ ചോട്ടിൽ കാക്കകളുടെ കലമ്പലും ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ കരച്ചിലും അയാളെ കൊത്തിയുണർത്തി. എന്താ എന്ന് ഉറക്കപ്പിച്ചോടെ അയാൾ ചാടി എണീറ്റ് മുറ്റത്തേക്കിറങ്ങി. ഒരു തത്തക്കുഞ്ഞിനെ കാക്കപ്പട വളഞ്ഞ് ആക്രമിക്കുന്നതാണ് അയാൾ കണ്ടത്. അടുത്തു ചെന്നതോടെ കാക്കക്കൂട്ടം പറന്നുമാറി അടുത്ത മരക്കൊമ്പുകളിലിരുന്ന് അയാളെ ഉറക്കെ ശകാരിച്ചു. തത്തക്കുഞ്ഞ് ചോരയൊലിപ്പിച്ച് കണ്ണടച്ച് കാൽവിരലുകൾ ചുരുട്ടിപ്പിടിച്ചു കിടക്കുന്നത് അയാൾ വിഷണ്ണനായി നോക്കി നിന്നു. എന്തുകൊണ്ടോ? മൂത്ത മകനെ ആശുപത്രിയിലെ പ്രസവമുറിയിൽ നിന്ന് നേഴ്സ് പുറത്തേക്ക് കൊണ്ടുവന്ന രംഗമാണ് അപ്പോഴയാൾക്ക് ഓർമ്മ വന്നത്. അയാൾ കുനിഞ്ഞ് തത്തക്കുഞ്ഞിനെ കയ്യിലെടുത്തു. അതിൻ്റെ നെഞ്ച് ചെറുതായി മിടിക്കുന്നത് കണ്ട് അയാൾ ആശ്വസിച്ചു. ഉമ്മറത്തേക്ക് കയറുമ്പോൾ അയാൾ ഉറക്കെ വിളിച്ചു, ഭാഗ്യം. ഭാഗ്യലക്ഷ്മി കിടപ്പുമുറിയിൽ ഒന്ന് മയങ്ങാനുള്ള വട്ടം കൂട്ടുകയായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു ഈർഷ്യയോടെ, എന്താ കുട്ടി എന്ന് കടുപ്പിച്ച് പുറത്തേക്ക് വന്നു. കുറച്ച് പഞ്ഞിയും മഞ്ഞൾപ്പൊടിയും കൊണ്ടാ എന്ന് കുട്ടിക്കൃഷ്ണൻ ഭാര്യയോട് കൽപ്പിച്ചു. കയ്യിലിരിക്കുന്ന തത്തക്കുഞ്ഞിനെ കൗതുകത്തോടെ ഒന്ന് നോക്കി ഭാഗ്യലക്ഷ്മി വേഗം തന്നെ പഞ്ഞിയും മഞ്ഞൾപ്പൊടിയുമായി മടങ്ങിയെത്തി. പഞ്ഞി കൊണ്ട് മുറിവുകളിലെ ചോരയൊപ്പി അയാൾ മഞ്ഞൾപ്പൊടി തൂവി. ഭാഗ്യലക്ഷ്മി അതിൻ്റെ കൊക്ക് പിളർത്തി ഇത്തിരി വെള്ളം ഇറ്റിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനെ ചാരുകസേരയിലാക്കി അവർ ഇരുവശത്തുമായി നിലത്തിരുന്നു. തൊട്ടിലിൽ ഉറങ്ങുന്ന മകനെ നോക്കി നിൽക്കുന്ന അച്ഛനമ്മമാരായി അവർ തങ്ങളെ തന്നെ കണ്ടു. പുറത്തു ചാടാൻ തുടങ്ങിയ ഒരു നിലവിളി അമർത്തിപ്പിടിച്ച് അവർ ഓസ്ട്രേലിയയിലും കാനഡയിലും സ്ഥിരതാമസമാക്കിയ 2 ആൺമക്കളെക്കുറിച്ച് ഓർത്തു. മക്കൾ നാട്ടിലേക്ക് വന്നിട്ട് എത്ര കൊല്ലമായി എന്ന് ഒരുമിച്ച് നെടുവീർപ്പിട്ടു. പേരക്കുട്ടികളുടെ മുഖം പോലും ഉള്ളിൽ തെളിയുന്നില്ലല്ലോ എന്ന് പിന്നെയും വിങ്ങിപ്പൊട്ടി.
അവരുടെ ഉൾച്ചൂടേറ്റ് തത്തക്കുഞ്ഞ് ഒന്ന് ഞരങ്ങി. പിന്നെ കണ്ണു തുറന്നു. കുട്ടിക്കൃഷ്ണൻ ഭാര്യയോട് പറഞ്ഞു, ഇനി അത് ചത്തുപോകൂല എന്ന് തോന്നണു. അയാൾ എഴുന്നേറ്റ് തട്ടിൻ മുകളിൽ നിന്ന് പഴകിയ ഒരു കമ്പിക്കൂട് എടുത്തു കൊണ്ടുവന്നു. കുട്ടികൾ പണ്ട് അതിൽ ഒരു മൈനയെ വളർത്തിയിരുന്നു. അത് ചത്തുപോയപ്പോൾ ഒരു അണ്ണാനെ, അതും ചത്തുപോയപ്പോൾ കൂട് തട്ടിൻ മുകളിൽ കയറ്റിയതാണ്. കുറച്ചു പഞ്ഞി ഒരു തോർത്തിൽ പരത്തി പൊതിഞ്ഞ് കിടക്ക പോലെയാക്കി ഭാഗ്യം കൂട്ടിൽ വെച്ചു. കുട്ടിക്കൃഷ്ണൻ തത്തക്കുഞ്ഞിനെ അതിൽ എടുത്തു കിടത്തി. കൂട് ഉമ്മറത്ത് തൂക്കുമ്പോൾ അയാൾ ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞു, ചിലപ്പോ അതിന്റെ തന്തയും തള്ളയും അന്വേഷിച്ചു വരുമായിരിക്കും. എന്നാ പിന്നെ പറന്നു പോകാറാകുമ്പോ കൂട് തുറന്ന് അവരുടെ കൂടെ വിടാലോ. പക്ഷേ വൈകുന്നേരം വരെ ആരും അതിനെ അന്വേഷിച്ചു വന്നില്ല. സന്ധ്യയ്ക്ക് ഉമ്മറത്ത് വിളക്ക് വെച്ച് ഭാഗ്യലക്ഷ്മി കൂട് തുറന്ന് തത്തക്കുഞ്ഞിനെ പുറത്തെടുത്തു. ചുണ്ടുകളിൽ 2-3 തുള്ളി പഴച്ചാർ ഇറ്റിച്ച് തിരികെ വയ്ക്കുകയും ചെയ്തു. കുട്ടിക്കൃഷ്ണൻ വിചാരിച്ചതുപോലെ തന്നെ അത് ചാവാതെ രക്ഷപ്പെട്ടു. ആരോഗ്യം വീണ്ടെടുത്തു എന്ന് തോന്നിയപ്പോൾ കൂട് തുറന്ന് അയാൾ പറഞ്ഞു, ഇനി പൊയ്ക്കോ. പക്ഷേ തത്തക്കുഞ്ഞ് ഒന്നും മനസ്സിലാവാത്തതുപോലെ അയാളുടെ നേർക്ക് മിഴിച്ചു നോക്കി. നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുകയാണോ എന്നൊരു ദീനഭാവം അതിന്റെ കണ്ണുകളിൽ തെളിയുന്നത് അയാൾ അമ്പരപ്പോടെ കണ്ടു. എന്നാലും കൂടടയ്ക്കാതെ തന്നെ അയാൾ അവിടെയൊക്കെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ ചുറ്റിപ്പറ്റി നിന്നു. അതിന്റെ ചിറകിന് വേണ്ടത്ര നീളവും ബലവും ഇല്ലായിരിക്കും കുട്ടി എന്ന് ഭാഗ്യലക്ഷ്മി അയാളെ ആശ്വസിപ്പിച്ചു. പേരക്കുട്ടികൾക്ക് കരുതി വെച്ച വാത്സല്യം മുഴുവൻ അവരിരുവരും തത്തക്കുഞ്ഞിൽ ചൊരിഞ്ഞു. വിശാലവും മനോഹരവുമായ ഒരു കൂട്ടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതിന്റെ പിറ്റേന്ന് തത്ത അയാളെ വിളിച്ചു, കുട്ടി. അയാൾക്ക് അത്ഭുതവും ആഹ്ലാദവും തോന്നി. എന്നാലും മനുഷ്യരുടെ ഭാഷ സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ ഇതിനെ മറ്റു തത്തകൾ കൂട്ടത്തിൽ കൂട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് എത്രയും വേഗം തുറന്നു വിട്ടേക്കാം എന്നു പറഞ്ഞ് അയാൾ രണ്ടാമതും കൂടിന്റെ വാതിൽ തുറന്നു വെച്ചു. അപ്പോഴും അതിന്റെ കണ്ണുകളിൽ ആ പഴയ ഭാവം തെളിയുന്നത് കണ്ട് അയാൾ ചിന്താക്കുഴപ്പത്തിലായി. അന്നേരം ഭാഗ്യലക്ഷ്മി ചിരിച്ചു. തത്തമ്മ പെണ്ണിന് കുട്ടിയെ വിട്ടുപോവാൻ തോന്നണുണ്ടാവില്ല. അപ്പോൾ തത്ത ഒന്നമർത്തി മൂളി നീട്ടി വിളിച്ചു, ഭാഗ്യം. ഭാഗ്യം ഒരു നിമിഷം വായ് പൊളിച്ചു നിന്നു. പിന്നെ താടിക്ക് കൈ കൊടുത്ത് ആലോചനയിലാണ്ടു. ഒടുവിൽ പാതി കളിയായി തത്തയോട് പറഞ്ഞു, നീ നാവ് വടിക്കാത്തോണ്ടാ ഭാഗ്യം എന്ന് വിളിക്കുന്നത്. നാളെ തൊട്ട് കരിമ്പനയോല തരണ്ട്. കരിമ്പനയോല കൊക്കുകൊണ്ട് ചീന്തിത്തള്ളി തത്ത ഭാഷ തെളിഞ്ഞു. എങ്കിലും ഭാഗ്യം എന്ന വിളിക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. ഇടയ്ക്കൊക്കെ മിന്നൽ സന്ദർശനം നടത്തുന്ന അയൽപ്പക്കത്തെ കണ്ടൻ പൂച്ചയോട് ഭാഗ്യം ദേഷ്യപ്പെട്ടു. പോ പൂച്ചേ, അവൾ ഞങ്ങളുടെ മോളാ, തൊട്ടുപോകരുത്. കുട്ടിക്കൃഷ്ണനും പൂച്ചയെ ഓടിച്ചു. കടന്നു പൊയ്ക്കോ, അവൻ ഞങ്ങളുടെ മോനാ. ഇതൊക്കെ കണ്ടും കേട്ടും തത്തക്കൂടിന് കുറുകെ വച്ച ഇല്ലിക്കമ്പിലിരുന്ന് കിക്കിക്കി എന്ന് ചിരിച്ചു മറിഞ്ഞു. ചിലപ്പോഴൊക്കെ ഒരു പടി കൂടി കടന്ന് അവരെ കളിയാക്കാനും തുടങ്ങി. ഭാഗ്യം, ദേ കണ്ടംപൂച്ച വന്നൂട്ടോ എന്ന വിളി കേട്ട് അടുപ്പത്ത് എന്തോ ഇളക്കിക്കൊണ്ടിരുന്ന ഭാഗ്യം തവിയോടെ രംഗപ്രവേശം ചെയ്തപ്പോൾ തത്ത പൂഹോയ് എന്ന് ആർത്തു വിളിച്ചു. തവിക്കണ ഓങ്ങി ഭാഗ്യം കയർത്തു. പുലിവന്നേ പുലിവന്നേ എന്ന് കൂവി വിളിച്ച ഒരുത്തന്റെ കഥ കേട്ടിട്ടുണ്ടോ നീയെ? ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് തത്ത കൊഞ്ഞനം കുത്തി. ഇപ്പൊ തീരെ നേരമില്ല, ഒരു ദിവസം പറഞ്ഞു തരണ്ട് എന്ന് ദേഷ്യം അഭിനയിച്ച് ഭാഗ്യം അടുക്കളയിലേക്ക് തന്നെ മടങ്ങി. കുട്ടി കുട്ടി, വിരുന്നുകാര് പടികടന്ന് വരണുണ്ട് കേട്ടോ എന്ന് തത്ത വിളിച്ചു പറഞ്ഞത് കേട്ട് ആരപ്പാ എന്ന് ചോദിച്ച് കുട്ടിക്കൃഷ്ണൻ ഉമ്മറത്തെത്തിയപ്പോഴും തത്ത ഊഹോയ് എന്ന് ആർത്തു വിളിച്ചു. ആ ഇടയ്ക്ക് ഒരു ദിവസം ഭാഗ്യം പറഞ്ഞു, നിനക്കിപ്പോ കുറുമ്പത്തിരി കൂടണുണ്ട്. ഒരു നല്ല തത്ത ചെറുക്കനെ കിട്ടിയിട്ട് വേണം കെട്ടിച്ചുവിടാൻ. ഇല്ലിക്കമ്പിൽ കാൽവിരൽ കൊണ്ട് ഇറുക്കി പിടിച്ച് സർക്കസിലെ ബാർ അഭ്യാസിയെ പോലെ ഒരു ഉടൽ പച്ചവട്ടം വരച്ച് തത്ത തറുതല പറഞ്ഞു. അപ്പൊ കുറുമ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ അല്ലേ ഭാഗ്യത്തിനെ കെട്ടിച്ചു വിട്ടത്? അത് കേട്ട് കുട്ടിക്കൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു. അമർത്തിയ ഒരു ചിരിയോടെ ഞാൻ തോറ്റേ എന്ന മട്ടിൽ ഭാഗ്യം അകത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ കുട്ടിക്കൃഷ്ണൻ കൂടിനടുത്ത് വന്ന് ഒരു രഹസ്യം പറഞ്ഞു. നീയെ ഒന്നാന്തരം ഒരു തത്തപ്പെണ്ണിനെ വിളിച്ച് കൂട്ടിക്കേറ്റ്, കല്യാണം നമുക്ക് കെങ്കേമമായിട്ട് നടത്താന്നേ. ചിറകമെല്ലെ കോതിയൊതുക്കി തത്ത ഒരു തത്വം വിളമ്പി. ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടി. കുട്ടിക്കൃഷ്ണൻ ഒരാലോചനാഭാവത്തോടെ ചാരുകസേരയിലേക്ക് മടങ്ങി. അങ്ങനെ ദിവസങ്ങൾ പല നിറം പകർന്ന് കടന്നു പോകുന്നത് കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും അറിഞ്ഞതു തന്നെയില്ല.
മക്കളെയും പേരക്കുട്ടികളെയും ഓർത്ത് ഇടയ്ക്കെങ്ങാനും ഭാഗ്യത്തിന്റെ കണ്ണു നിറയുന്നത് കണ്ടാൽ തത്ത വിളി തുടങ്ങും. പാക്യം, പാക്യം, എനിക്ക് വിശക്കുന്നു. കണ്ണ് നേരിയതിന്റെ തുമ്പുകൊണ്ടൊപ്പി പുഞ്ചിരിയോടെ ഭാഗ്യം ഊണുമുറിയിലെ മേശപ്പുറത്തു നിന്ന് ഒരു പഴമെടുത്ത് കൂടിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് തള്ളും. നീ പച്ചത്തത്തയല്ല, പച്ചക്കള്ളിയാണട്ടോ എന്ന് കൊഞ്ചിക്കുകയും ചെയ്യും. കുട്ടിക്കൃഷ്ണൻ ചാരുകസേരയിൽ കിടന്ന് ഓർമ്മകളിൽ മുഴുകി നിശബ്ദനാകുമ്പോഴും തത്ത വിളിക്കും, പാക്യം, വേഗം വാ, കുട്ടി എന്തോ ഓർത്ത് വിഷമിക്കണുണ്ട്. അങ്ങനെയുള്ള തത്തയെയാണ് കുട്ടിക്കൃഷ്ണൻ ഇപ്പോൾ ഉപേക്ഷിക്കാൻ തയ്യാറായത്. 41 കൊല്ലം കൂടെ ജീവിച്ച ഭാര്യ നെഞ്ചത്ത് വലങ്കൈയമർത്തി നിന്ന നിൽപ്പിൽ വീണു മരിച്ചപ്പോൾ അയാൾക്കും ഈ ലോകം വേണ്ടെന്നായി. കണ്ണീർ നിറഞ്ഞ് കാഴ്ച മങ്ങിയതുകൊണ്ട് തത്ത കൂട്ടിൽ നിന്നിറങ്ങുന്നത് അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അത് നിശബ്ദം അയാളുടെ തോളിൽ വന്നിരുന്നു. മുഖത്തെ നരച്ച രോമക്കാടുകളെ നനച്ച് കണ്ണീർ തുള്ളികൾ മെല്ലെ താഴേക്ക് ഒഴുകുന്നത് കനിവോടെ നോക്കി. പിന്നെ ചുണ്ടുകൊണ്ട് രോമക്കാടുകളിൽ മെല്ലെ ചികഞ്ഞ് ആശ്വസിപ്പിച്ചു, കുട്ടി, കരയല്ലേ, കരയല്ലേ. കുട്ടികളെ, കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ആരൊക്കെയാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ? അതെ, കുട്ടിക്കൃഷ്ണൻ, ഭാഗ്യലക്ഷ്മി, തത്ത. ഭാഗ്യലക്ഷ്മിയും കുട്ടിക്കൃഷ്ണനും ഭാര്യ ഭർത്താക്കന്മാരാണ്. അവരുടെ മക്കൾ കാനഡയിലും ഓസ്ട്രേലിയയിലുമൊക്കെയാണ്. മക്കളെയും പേരക്കുട്ടികളെയും ഒന്നും കാണാൻ കഴിയാതെ നാട്ടിൽ തനിച്ചു കഴിയുന്നവരാണ് കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ അവിചാരിതമായി ഒരു തത്തക്കുഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് അങ്ങോട്ട് തത്തക്കുഞ്ഞായി അവരുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു. പേരക്കുട്ടികൾക്ക് നൽകാൻ വെച്ച സ്നേഹം അവർ തത്തയ്ക്ക് കൊടുത്തു. തത്തയുടെ സംഭാഷണങ്ങൾ അവരെ രണ്ടുപേരെയും സന്തോഷിപ്പിച്ചു. ഇതിനൊക്കെ ഇടയ്ക്കും 2 തവണ തത്തക്കുഞ്ഞിനെ കൂട് തുറന്നു വിടുവാൻ കുട്ടിക്കൃഷ്ണൻ ശ്രമിച്ചു. പക്ഷേ തത്തക്കുഞ്ഞ് പോയില്ല. 41 വർഷം ഒരുമിച്ച് ജീവിച്ച തൻ്റെ ഭാര്യ പെട്ടെന്ന് മരിച്ചുപോയപ്പോൾ കുട്ടിക്കൃഷ്ണന് വല്ലാത്തൊരു ഒറ്റപ്പെടലാണ് അനുഭവിക്കേണ്ടി വന്നത്. സ്വാതന്ത്ര്യത്തിന്റെ ആകാശത്തിലേക്ക് തത്തക്കുഞ്ഞിനെ കൂട് തുറന്നു വിടുമ്പോഴും അത് പോകുവാൻ കൂട്ടാക്കുന്നില്ല. കുട്ടി, കരയല്ലേ, കരയല്ലേ എന്നു പറഞ്ഞ് കുട്ടിക്കൃഷ്ണനെ ആശ്വസിപ്പിക്കുകയും കുട്ടിക്കൃഷ്ണന് കൂട്ടാവുകയും ചെയ്യുകയാണ് ഇവിടെ തത്ത. തത്തയ്ക്ക് ഇവിടെ മാനുഷിക ഭാവം പകരുന്നതായി കാണാം. സാധാരണയായി കൂട് എന്നത് സ്വാതന്ത്ര്യമില്ലായ്മയുടെ പ്രതീകമായാണ് നാം കണക്കാക്കാറുള്ളത്. എന്നാൽ തത്തക്കൂട്ട് എന്ന ഈ കഥയിൽ കൂട് സംരക്ഷണത്തിന്റെ പ്രതീകമായി മാറുന്നു. അതുകൊണ്ടാണ് തത്ത കൂട്ടിൽ നിന്നും തുറന്നു വിട്ടിട്ടും പോവാതെ കുട്ടിക്കൃഷ്ണന് തുണയായി നിലകൊള്ളുന്നത്. യാതനകളിലും വേദനകളിലും ഒറ്റപ്പെടാതെ ഒരാൾ കൂട്ടിനുണ്ടാവുക എന്നത് വളരെ വലിയ ഭാഗ്യം തന്നെയാണ്. കുട്ടികളെ, എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണേ. അതോടൊപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.